രീതി. റസൂൽ മിമ്പറിൽ കാണുന്ന, യുദ്ധരംഗത്ത് കാണുന്ന, പ്രസംഗപീഠത്തിൽ കാണുന്ന, സഹാബത്തിന്റെ കൂടെ കാണുന്ന, തെരുവിൽ കാണുന്ന, അങ്ങനെ തിരുനബി നന്നായി കോടതിയിൽ കാണുന്ന ഈ തിരുനബിയെ അറിയുന്ന ഒരു സഹാബി തിരുനബിയുടെ ജീവിതം പഠിക്കാൻ വേണ്ടി പോയത് ആയിഷയുടെ അടുക്കൽ. ആയിഷയോട് ചോദിച്ചു, റസൂലിന്റെ സ്വഭാവം എങ്ങനെ? ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനാണ്. അപ്പോൾ വീട്ടിലെ സ്വഭാവം എന്നാ പറഞ്ഞത്. അടുത്ത ചോദ്യം, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ? അപ്പോൾ ആയിഷക്ക് തിരിച്ചൊരു ചോദ്യം, നിങ്ങൾ ഖുർആൻ വായിക്കാറില്ലേ? ഉണ്ട്. അദ്ദേഹം ഭൂമിയിൽ നടക്കുന്ന ഖുർആനാണ്. ഭാര്യ സർട്ടിഫിക്കറ്റാണ്. അവിടെ പോയി നോക്കിയാൽ ആളെ സ്വഭാവം അറിയും. അതാ പുറംപകിട്ടല്ല ഇസ്ലാം, അകമ്പകിട്ട. നമുക്ക് പുറംപകിട്ടിലെ കാര്യമുള്ളൂ. നല്ല താടി തൊപ്പി തൊപ്പൊക്കെ വെച്ചിട്ടുണ്ട്. എന്നെ കണ്ടാൽ എനിക്ക് തോന്നും എന്നെ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കി സാധനം വലിയ കുട്ടികെട്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാൻ എന്നെ പറയാൻ ദേഷ്യം വരണം. ഞാൻ താടി നോക്കുന്ന ആൾക്കാർ വേറെ ആരാധന ലഭിച്ചളയും. അങ്ങനെയുള്ള ആൾക്കാർ സ്വഭാവം ഞാൻ എന്നെ തന്നെ പറയാം. താടിയും തൊപ്പിയും പർദ്ദയും മൊത്തം വെച്ച് നടക്കുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ മുത്തക്കാണ് ധരിക്കല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം ഞാൻ വേറെ ആരെ വിമർശിക്കാം, ഞാൻ എന്നെ വിമർശിക്കാം. നിങ്ങൾക്ക് മലപ്പുറം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്നെ കണ്ടപ്പോൾ തത്വം മനസ്സിലല്ല, ഇത് അകത്ത് നോക്കിയാലേ മനസ്സിലാവും സാധനം എന്താണെന്നുള്ളത്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ എല്ലാവരും കിടക്കേണ്ടത്. നമ്മളിത് ഉസ്താദുമാരെ കൂടെ കൂടി വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന കാലം. എനിക്ക് തോന്നുന്നത് പിശാച് ഉസ്താദായിട്ടാണ് വരിക. പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും തെറ്റിക്കും. വിശ്വാസം തെറ്റിക്കും, സംസ്കാരം തെറ്റിക്കും, നമ്മളെ പേടിപ്പെടുത്തും. നമുക്ക് ധൈര്യമില്ല, ഒന്നിനും ധൈര്യമില്ല, ഒന്നിനും ധൈര്യമില്ല. എല്ലാം പേടിയാ. സമയം ശരിയാവും, അപ്പൊ ചെയ്യാൻ പറ്റൂ, ഇപ്പൊ ചെയ്യാൻ പറ്റൂ. ഭാര്യ ഡെലിവറി ഇപ്പൊ എടുക്കാൻ പറ്റൂ, ഭാര്യ ഡെലിവറി ഇപ്പൊ നടക്കാൻ പറ്റൂ. രണ്ടുപേരും പോലെ. ഇയാൾക്ക് പേടിയാ. ഭാര്യ ഇപ്പൊ ഡെലിവറി ആക്കാൻ പറ്റുമോ, ഭാര്യ ഇപ്പൊ ഡെലിവറി എടുക്കാൻ പറ്റുമോ? രണ്ടുപേരും പോലെ ആശങ്കയാണ്. പേടിയാണ്, പേടിയാണ്. മുസ്ലിം എന്ന ധൈര്യമുള്ളവനാണ്, അവന് കരുത്താണ്. ഈമാൻ, വിശ്വാസം, അമ്ന്, നിർഭയത്വം രണ്ടും ഒന്നാണ്. ഈമാൻ എന്നാണ് അമ്ന്, വിശ്വാസം നിർഭയമാണ്, ഭയമില്ലാത്ത അവസ്ഥ നൽകാം. നമ്മുടെ വിശ്വാസം ഭയമുള്ളവരാ. എല്ലാവർക്കും പേടി, ഒന്നും ചെയ്യൂല, ഒക്കെ പേടിയാ. സമയം ശരിയാവോ, നാളെ ശരിയാവോ, നാളിക ശരിയാവോ നോക്കി നടക്കുന്ന കൂട്ടരാ. നിങ്ങൾ പിശാചിന്റെ കൂടെയാണ്. പിശാച് അവന്റെ ആളുകളെ പേടിപ്പിച്ച് നിർത്തും, ഉസ്താദ് അവന്റെ ആളുകളെ പേടിപ്പിച്ച് നിർത്തും. ഞാൻ മലയാളത്തിൽ പറയുന്നത് അതാണ്. ഷെയ്ത്താനും ഉസ്താദായിട്ട് പറയാം, പേടിപ്പിച്ച് നിർത്തുക, ഒന്നും സമ്മതിക്കില്ല. ഇങ്ങനെ ആയിപ്പോയ കുട്ടികളാണ് നമ്മൾ. നിർഭയത്വമില്ല, പേടിയാണ്. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് പേടി ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് വളരെ ഭയം. ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗം ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസമുള്ളവരായിട്ട് മാറണം. ആ ഈമാൻ അത് ഹൃദയത്തിൽ രൂഢമൂലമായിരിക്കണം. അതനുസരിച്ച പ്രവർത്തനവും ഉണ്ടാവണം. അതാണ് ഈമാൻ എന്നതിന് വിശ്വാസം മലയാളത്തിൽ നമ്മൾ പറയും. അതിന്റെ നിർവചനം അമൽ, അവന്റെ ഹൃദയത്തിൽ വിശ്വാസം ആഴത്തിൽ വേരൂന്നിരിക്കുകയും അതനുസരിച്ച് പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുമ്പോഴേ ഒരാൾ മുഅ്മിനാകും എന്നാണ്. അപ്പൊ ഹാവഭാവം നോക്കിയിട്ട് മുഅ്മിനാ തീരുമാനിക്കരുത്, നിലപാട് നോക്കിയിട്ട് തീരുമാനിക്കണം. തഖ്വയെ കുറിച്ചും അങ്ങനെ തന്നെ. ഭക്തി സൂക്ഷ്മത മലയാളത്തിൽ പറയും. എന്താണ് ഈ കാട്ടിക്കൂട്ടല? കെട്ടല, അതാണ് തഖ്വയുടെ അടയാളം. അവിടെ നന്നായി കിട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കങ്ങനെ കെട്ടാൻ പറ്റാറില്ല. പിന്നെ കോലമാണ് തഖ്വ. ഇങ്ങനെ ഒരുപാട് കാട്ടിക്കൂട്ടലാ തഖ്വ. ഇതല്ല തഖ്വ. തഖ്വയുടെ നിർവചനം ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി. അല്ലാഹു കൽപ്പിച്ച കൽപ്പനകളൊക്കെ പാലിക്കുക, അവൻ വിലക്കിയതെല്ലാം ഒഴിവാക്കുക. കൽപ്പിച്ചതൊക്കെ ചെയ്യുകയും വിരോധിച്ചതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ മുത്തഖിയാവുക. ഇത് കൽപ്പിച്ചത് ചെയ്യൂല, വിരോധിച്ച് ചെയ്യുകയും ചെയ്യും. നിസ്കരിക്കും കണ്ടുപിടിക്കും, നിസ്കരിക്കും വ്യഭിചരിക്കും, നിസ്കരിക്കും പലിശ വാങ്ങും, നിസ്കരിക്കും കൈക്കൂലി വാങ്ങും, നിസ്കരിക്കും ഖജനാവ് ചോദിക്കും, നിസ്കരിക്കും അശ്ലീല സിനിമ കാണും. ഇവനെ തത്വമുള്ളവനാവുക നിസ്കരിക്കലറിയാം. അതല്ലേ വിഷയമാണ്. ഇത് പറഞ്ഞാൽ ദേഷ്യം വരുന്നു. പറയാൻ പാടില്ല എന്നാണ് പറയുന്നതെന്നായി പറയുന്നത്. ഇത്രയും വൈരുദ്ധ്യത്തിന്റെ പേകോലങ്ങളാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ, നല്ലൊരു ശതമാനം. അതുകൊണ്ട് ആ വാണിഭത്തിന്റെ ശാപവും മാഫിയ ശാപവും ഈ സമുദായത്തെ വേട്ടയാടുന്നുണ്ട്. ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുക നാണം കെട്ട സമുദായം, മുസ്ലിം സമുദായം. ഇത്രയും ദുരന്തം വന്നുപോയത് നമുക്ക് ഈ മാനത്തത്വം ഇല്ലാതെ പോയതുകൊണ്ടാണ്. അപ്പൊ അന്ന് പറയാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവനിലും അവന്റെ പ്രവാചകനെ
ശരിക്കും വിശ്വസിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്മാരും വിശ്വസിക്കുന്നവർക്കാണ് ആ സ്വർഗം. വിശ്വാസം കേവലം ഞങ്ങൾക്ക് വിശ്വസിച്ച് പറഞ്ഞാൽ മതിയോ? പോരാ. അങ്ങനെയാണെങ്കിൽ ഈമാൻകാര്യം 6 അംഗീകരിച്ച സ്വർഗം കിട്ടണ്ടേ? ഈമാൻകാര്യം 6 അംഗീകരിച്ച സ്വർഗം കിട്ടുമോ? ഇസ്ലാംകാര്യം ചെയ്യണ്ടേ? ചെയ്യണം. ഈമാൻകാരും ഇസ്ലാംകാരും ചെയ്യണം. ഈമാൻകാരും ഇസ്ലാംകാരും മാത്രം സ്വർഗം കിട്ടൂല. അത് തൂണും തറയുമായിട്ടുള്ള മേൽപ്പുരയും വേണം. ഇസ്ലാമിന് വീണ്ടോട് പോയിക്കുക. അതിന്റെ തറയാണ് ഈമാൻകാര്യം, വിശ്വാസം, അതിന്റെ ഫൗണ്ടേഷൻ. ഇസ്ലാംകാരും തൂണുകളാണ്. മുനിയൽ ഇസ്ലാം അല ഹംസിൻ, 5 തൂണിലാണ് ഇസ്ലാം നിൽക്കുന്നത്. അതാണ് ഷഹാദത്ത് കരുത് 5 വരെ 5 തൂണാണ്. അപ്പൊ തറയായി തൂണായി. പിന്നെ മേൽപ്പുരയില്ല. നമ്മുടെ പലരുടെയും ഇസ്ലാമിന് മേൽപ്പുരയില്ല. ഇത് പണി പൂർത്തിയാകാത്ത വീടാണ്. നമ്മുടെ പലരുടെയും ഇസ്ലാമിന്റെ പണി പൂർത്തിയാകാത്ത വീടാണ്. ഈമാൻകാരും ഇസ്ലാംകാരും ഉണ്ട്, പക്ഷെ ബഹളമൊന്നുമില്ല. അങ്ങനെ തറ കെട്ടി തൂണ് കെട്ടി കുത്തിരിക്കാൻ സാധിക്കും. വീട് പൂർത്തിയായിട്ടില്ല. മഴക്കാലത്ത് കുരങ്ങ് വീടുണ്ടാക്കുന്ന കഥ പറയാറ്. കുരങ്ങ് നേരെ വീട്ടിലേക്ക് താമസിക്കില്ല. മഴ പെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നത്? മഴ പോയപ്പോൾ മുമ്പിൽ പഴയ പോലെ ഓടിച്ചാടിയതാണ്. ഇതുപോലെ നമ്മുടെ പലരുടെയും വീട് പൂർത്തിയായിട്ടില്ല. തറയും കെട്ടി തൂണും കെട്ടി നിൽക്കുക. അതിന് മുകളിൽ ജിഹാദ് ഉണ്ടോ? ജിഹാദ്, അതാണ് മേൽപ്പുര. എന്താ ജിഹാദ്? അവനവനെ നന്നാക്കുക, അവന്റെ കുടുംബത്തെ നന്നാക്കുക, സമുദായത്തെ നന്നാക്കുക, സമൂഹത്തെ നന്നാക്കുക, രാഷ്ട്രം നന്നാക്കുക. ഇസ്ലാമിന്റെ മാർഗത്തിലെ പ്രവർത്തനമാണ് ജിഹാദ്. അതിൽ ഏറ്റവും ആദ്യമായി അവനവനോട് ജിഹാദ് ചെയ്യില്ല, സ്വന്തത്തോട് ജിഹാദ്. ജിഹാദും ബിന്നഫ്സ്, അവനവനെ ഈ ഇസ്ലാമിക ആദർശത്തിന്റെ അടിത്തറയിൽ മാറ്റിപ്പണിയല. ജിഹാദും ബിന്നഫ്സ്, അവനവനെ നന്നാക്കണം. ഇസ്ലാമിന്റെ വിധിവിലക്ക് പാലിച്ച് ജീവിക്കാൻ പറ്റുന്ന കോലത്തിൽ നമ്മെ മെരുക്കണം, അമർത്തി ഒതുക്കണം, സംസ്കരിക്കണം, നമ്മളെ പുനഃക്രമീകരിക്കണം, പുനഃസംവിധാനിക്കണം, റീകൺസ്ട്രക്ട് ചെയ്യണം. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കണം. രണ്ടാമത്തെ പണി അതാ. ഇസ്ലാമികവൽക്കരണം, കുടുംബത്തിന്റെ ഇസ്ലാമികവൽക്കരണം പലർക്കും സാധ്യമല്ല. പരാജയപ്പെട്ടവരാ പലരും. ഞാനൊരിക്കൽ ആശയപ്രകടനത്തിൽ പറഞ്ഞു, പലർക്കും ഇഷ്ടമായില്ല. ഇവിടുത്തെ പള്ളിയിലെ തറാവിയിലെ ഇടപെടൽ പറഞ്ഞതാ. പല നല്ല മുസ്ലിമീങ്ങളായി നടക്കുന്ന പലരുടെയും വീട്ടകത്തെ ഭാര്യയും മക്കളും അമ്മ സംസ്കാരത്തിലാണ്. അവർക്ക് ഇസ്ലാമിക സംസ്കാരം അറിയില്ല. ഹൈന്ദവ ക്രൈസ്തവ സംസ്കാരം, വേഷത്തിലും ഭൂഷാദികളും ഒക്കെ അതവർക്ക് തെറ്റാണെന്ന് പോലും തോന്നിയിട്ടില്ല. അമ്മ സംസ്കാരം, ഉമ്മ സംസ്കാരം 2 പ്രതീകങ്ങളാണ്. ഉമ്മ ഇസ്ലാമിക വേഷവും മറ്റു സംസ്കാരമുള്ള ഒരു സ്ത്രീ, അമ്മ മറ്റേ സമൂഹത്തിന്റെ വേഷസംസ്കാര സ്ത്രീ. ഖാലിഫു അൽ യഹൂദ വൻ നസാറ, നിങ്ങൾ യഹൂദർക്കും നസ്രാനികൾക്കും എതിരാവണം. അവരുടെ സംസ്കാരം നിങ്ങൾക്ക് പാടില്ല എന്ന് മദീനയിൽ വെച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ചു. മദീനയിൽ അന്യമതസ്ഥർ ഭൂരിപക്ഷം യഹൂദരും ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഒരു രീതിയുണ്ട്, വേഷവിധാനത്തിന്റെ രീതി, മറ്റു ഒരുപാട് രീതികൾ, അവരുടെ കൾച്ചറാണ്. ആ കൾച്ചർ നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ കൾച്ചറേ പാടുള്ളൂ. അതുകൊണ്ട് യഹൂദ നസ്രാനി വിഭാഗത്തിന് എതിരാവണം എന്ന് പറഞ്ഞാൽ അവരെ പോലെ നിങ്ങൾ ആകാൻ പാടില്ല. നമ്മുടെ പല സ്ത്രീകളും നടക്കുന്നത് കണ്ടാൽ അപ്പുറത്തെ ഹിന്ദു ഇപ്പുറത്തെ ക്രിസ്ത്യാനി, ഈ സ്ത്രീ ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് അമ്മ സംസ്കാരം പറഞ്ഞത്. അമ്മാന്ന് വിളിച്ചത് വേറെ വിഷയമാണ്. അമ്മ വിളിക്കുന്ന കുറിച്ചല്ലേ പറഞ്ഞത്, സംസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. അന്യമായ വേഷം ധരിച്ചിട്ട് ഇസ്ലാമിക സംസ്കാരത്തോടെ നമ്മുടെ ഭാര്യമാരെ കൊണ്ടു നടക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? പലർക്കും ധൈര്യമില്ല. നമുക്ക് നിസ്കരിക്കാൻ തയ്യാറാണ്. അപ്പൊ കുടുംബത്തിന്റെ ഇസ്ലാമികവൽക്കരണം നടന്നില്ല. മക്കളെ ഇസ്ലാമികവൽക്കരിച്ചില്ല. അതുകൊണ്ട് ആണിന്റെ വഴിക്ക്, പെണ്ണിന് പറ്റിയവന്റെ കൂടെ ഇറങ്ങിപ്പോയി. സംഭവിക്കാം. സംസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നിസ്കരിക്കുന്നുണ്ടാവാം, നോമ്പെടുക്കുന്നുണ്ടാവാം, പക്ഷെ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അനനബി മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ആദർശശാലികളായ മക്കളിൽ നമുക്ക് അന്യമതക്കാരെ വിളിക്കുമ്പോൾ പറയാൻ പറ്റണ്ടേ, നീ ഫിറ്റല്ല, നീ എനിക്ക് ഫിറ്റല്ലോ, നീ കൊള്ളാം, നിറമുണ്ട്, ചേരുണ്ട്, ജോലിയുണ്ട്, നിനക്ക് സംസ്കാരമുണ്ട്, നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റും, എൻ്റെ മാതാപിതാക്കളെ കൈ നിൽക്കാത്ത സ്നേഹം നിനക്ക് തരാൻ കഴിയും, പക്ഷേ നീ എനിക്ക് ഫിറ്റല്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നീ എനിക്ക് ഫിറ്റല്ല. എന്തുകൊണ്ട് ഫിറ്റല്ല? ഞാനൊരു മുസ്ലിമാണ്, അനനൊരു മുസ്ലിമീ, ഞാൻ മുസ്ലിമാണ്. അതുകൊണ്ട് നിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയണ ഈമാൻ ഉണ്ടാവണം. അതാണ് കുടുംബത്തിന്റെ ഇസ്ലാമികവൽക്കരണം ഉണ്ടാവേണ്ടത്. നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിച്ചില്ല. നീ അങ്ങനത്തെ നിന്ന് മോളെ നിസ്കരിച്ചാൽ മതി എന്ന് പഠിപ്പിച്ചു. നീ അങ്ങനത്തെ നിന്ന് മാറണ്ട, നോമ്പെടുത്താൽ മതി. അങ്ങനെയാണ് ഭാര്യ മക്കളെ അങ്ങനെ വളർത്തിയത്. അതുകൊണ്ട് സംസ്കാരം ഇസ്ലാമിൽ കൂട്ടപ്പെട്ട രീതിയിൽ മാറ്റാത്തത് കൊണ്ട് പലരും മാന കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് സംഭവിക്കും, ശ്രദ്ധിക്കണം.
കൂടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണപ്പെരുക്കമാണിപ്പോൾ ഈ രംഗത്ത്, എണ്ണപ്പെരുക്കം. നമുക്ക് ഭയമാവുകയാണ്. ഞാൻ 4 പെൺമക്കളുടെ വാപ്പ, എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് എന്നോട് പറയുന്നത് മക്കളെ വളർന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. അത്രത്തോളം ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയൊക്കെ കുടുംബത്തിന്റെ ഇസ്ലാമിക വൽക്കരണത്തിൽ നന്നായി ശ്രദ്ധിക്കണം. അതാണ് ജിഹാദ് 2ാമത്തെ തലം. 3ാമത്തെ തലം നമ്മുടെ മഹല്ല് തന്നെ, നമ്മൾ ജീവിക്കുന്ന ഒരു കാച്ച്മെന്റ് ഏരിയ, അവിടെ തുടങ്ങാൻ നമുക്ക് ആദ്യം അതിന്റെ സംസ്കരണം. അതിൽ മദ്യപാനികളും വ്യഭിചാരികളും ഇല്ലാത്ത, കൂട്ടിക്കൊടുക്കുകാരില്ലാത്ത, കള്ളുകുടിയനും പെണ്ണുകുടിയനും കയറി വരാത്ത ഒരു രീതിയിൽ നേരെ ചൊവ്വയിൽ സംസ്കരിച്ചെടുത്ത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലും നമ്മുടെ ആളുകളെ കടത്തിവിട്ട് രക്ഷണമൊത്ത ഒരു സമുദായമാക്കി നമ്മുടെ ഒരു മഹല്ലിനെ മാറ്റുന്ന പണിയിൽ നമ്മുടെ പങ്ക് നടക്കണം. ജിഹാദ് 2ാമതല. അങ്ങനെ മഹല്ലുകളിൽ നടക്കട്ടെ ഈ പണികൾ. മുസ്ലിം സമുദായ മഹല്ലുകളാണ് ജീവിക്കുന്നത്. അങ്ങനെ ഓരോ മഹലും ശ്രമിക്കുമ്പോൾ അത് രക്ഷണമൊത്ത ഒരു സമുദായത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും. അത്തരം ഒരു സമുദായം രംഗത്തുള്ളിടത്ത് സമുദായത്തിനപ്പുറത്തേക്ക് ഇസ്ലാം പ്രസരിക്കും. ഇങ്ങനെ ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. അപ്പൊ ഈ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങി പണിയെടുക്കാൻ കഴിയുന്ന അത്തരത്തിൽ ജിഹാദ്, ഇസ്ലാമിന്റെ ധർമ്മസമരം, ആ ധർമ്മസമരത്തിന്റെ മേൽപ്പുര കൂടി നമ്മുടെ വീടിന് വന്നാലേ ഈ വീട് പൂർത്തിയാവും. ആ ധർമ്മസമരത്തിന്റെ അറ്റത്ത് എവിടെ സംഭവിക്കുന്ന ഹിതാൽ, അത് മറ്റൊരിക്കൽ പറയേണ്ട വിഷയമാണ്. പഴയ കുത്തിന്റെ ആവശ്യം കുറച്ച് വന്നിരിക്കാം. നമ്മുടെ സമുദായം അതിന്റെ പിന്നാലെ ഇപ്പൊ കുറച്ച് കുറഞ്ഞു. അതാണ് അനുഗ്രഹമുണ്ട്. മറ്റേത് ആടി വെട്ടി, ചാടി വെട്ടി, മറിഞ്ഞു വെട്ടി, വെട്ടി വെട്ടി, കുത്തി പദത്തിൽ പാടല. ഇപ്പൊ പാട്ടത്തിൽ പറഞ്ഞിരിക്കാം. അല്ല കാത്ത് കുറെ എണ്ണം അകത്തായപ്പോ ഒരു നല്ല സമാധാനം. അങ്ങനെ സമുദായത്തെ നന്നാവും ആവട്ടെ. അത്ര പറഞ്ഞാൽ മതി, ബാക്കി പിന്നീട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ തറയും ഈ തൂണും അതിന് മേൽപ്പുരയും വേണം. ഈമാൻകാരും ഇസ്ലാംകാരും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ മേൽപ്പുര കൂടി പണിയണം നമ്മൾ. ആ മേൽപ്പുര ഇസ്ലാമിന്റെ മാർഗത്തിൽ സ്വയം സംസ്കരണം, കുടുംബ സംസ്കരണം, സമൂഹ സംസ്കരണം, ഇസ്ലാമിന്റെ പ്രബോധനം, ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ, അതും കൂടി ചേരണം. അപ്പോഴേ ഇസ്ലാം പൂർത്തിയാകും. ആ അടിസ്ഥാനത്തിൽ പൂർണ്ണമായ വിശ്വാസികളായി മാറുവിൻ, അവർക്കാണ് സ്വർഗം. അള്ളാഹുവിന്റെ ദൂതന്മാരെ കൊണ്ടുവന്ന ആ വിശ്വാസങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ച്, ആദർശം ഈമാൻകാരികൾ അംഗീകരിച്ച്, കർമ്മക്കാരിൽ ഇസ്ലാംകാരികൾ അംഗീകരിച്ച്, ഇസ്ലാമിന്റെ മാർഗത്തിലെ പ്രവർത്തനവും കൂടി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ വീട് പൂർത്തിയാക്കുക. എങ്കിൽ സ്വർഗത്തിലൊരു വീട്, അവർക്കാണ് സ്വർഗം. ഇതിനൊക്കെ ഭാഗ്യം കിട്ടണമെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യം വേണം. അതാണ് പ്രശ്നം. നമുക്ക് പറഞ്ഞിട്ടേ മനസ്സിലാവുന്നില്ല. കാരണം ഈ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യം വേറെ വേണം. ഇത് അള്ളാഹു നൽകുന്ന ശ്രേഷ്ഠമായ അവസ്ഥയാണ്. ഇഹലോകത്ത് ഇസ്ലാമിന്റെ വീട് പണിതിട്ട് പരലോകത്ത് സ്വന്തം വീട് നേടുക സ്വർഗത്തിൽ. അത് അള്ളാഹു നൽകുന്ന വലിയൊരു ഔദാര്യമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും. സ്വർഗത്തിലെ ഇടം അവർ ഉദ്ദേശിച്ചവർ കിട്ടും. നേടാൻ പണിയെടുത്തവർക്ക് കിട്ടും, പണിയെടുക്കാതെ കിട്ടില്ല എന്നതിനർത്ഥം. അള്ളാഹ് ആരും നിർബന്ധി സ്വർഗത്തിലോ നരകത്തിലോ ആക്കില്ല. നാം ഇവരോട് അന്യായം കാണിച്ചിട്ടില്ല, അവർ തന്നെയാണ് അവരുടെ അന്യായം കാണിച്ചത്. അവർ അനുഭവിക്കുന്നത് അവർ ചെയ്തത് ദുരന്തമാണ്. ഞാൻ പറയുന്ന വാക്യം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കുന്ന വാക്യം പറയാനുള്ളത്. നാം അവരുടെ അന്യായം കാണിക്കുന്നില്ല. ഒരു കൂട്ടർ സ്വർഗത്തിലാക്കി മറ്റവരുടെ നരകത്തിലാക്കി നാം നിർബന്ധിച്ചാക്കുന്നില്ല. അവർ ചെയ്തതിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. നന്മ ചെയ്തവൻ സ്വർഗത്തിൽ, അല്ലാത്തവൻ നരകത്തിൽ. അപ്പൊ അന്ത പിടിച്ചാക്കൂല. അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അന്നയാണ് തരിക. നേരെ ചൊവ്വേ ജീവിച്ചാൽ അവൻ തരും, അവൻ തെരുവിലെ കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഇബാദത്ത് എടുക്കുന്ന, ഇസ്ലാമിക പ്രവർത്തനത്തിൽ മുഴുകുന്ന ഒരു മഹാപ്രവാചകൻ. ആ പ്രവാചകൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ, മർസൂമായ പ്രവാചകൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും. സഹാബത്തിൽ ഒരാൾ ചോദിച്ചു, പ്രവാചകരെ അങ്ങും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് സ്വർഗ്ഗത്തിൽ പോവുക? റസൂൽ അതെ, ഞാനും പടച്ചവന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ സ്വർഗ്ഗത്തിൽ. അപ്പൊ അള്ള തരണം. എത്രയൊക്കെ അധ്വാനിച്ചാൽ തരണം. അധ്വാനിച്ചാൽ അള്ള തരും എന്നതാണ് പ്രതീക്ഷയുള്ളത്. അപ്പൊ അള്ള പറയാണ്, നിങ്ങൾ നന്നായിട്ട് ഈ വഴിയിൽ പരിശ്രമിച്ചു നോക്ക്. ആ സ്വർഗം കിട്ടുന്ന ആ ഉദാത്തമായ നേട്ടം അവർ നിങ്ങൾക്ക് നൽകും. അതത് ഉദ്ദേശിക്കുന്നവർക്കാണ് കൊടുക്കുക. മഹത്തായ ഔദാര്യത്തിന്റെ ഉടമസ്ഥനാണ് അവൻ. അവൻ ഔദാര്യം കാണിക്കാൻ മടിയുള്ളവനല്ല. അവൻ ഔദാര്യം ചെയ്യും. നിങ്ങൾ അതിന് മാറി നോക്കുകയും നിങ്ങളോട് അവൻ ഔദാര്യം കാണിക്കുമെന്നാണ്. അപ്പോ അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദീനിന്റെ മാർഗത്തിൽ മത്സരിച്ച് മുന്നേറാൻ
ദുനിയവിയായ കളിതമാശകളെയും പകിട്ടിനെയും പൗരിനെയും പക്കാസിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് മിതമായ രീതിയിൽ മതിയായി നേടിയിട്ട് അങ്ങ് പോകാൻ ശ്രമിച്ചാൽ അതിലൂടെ കിട്ടാൻ പോകുന്നത് വലിയ നേട്ടമാണ്, സ്വർഗമാണ് എന്നാണ് ഈ രണ്ട് ആയത്തും പറയുന്ന കാര്യം ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറിട്ട് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. തുറന്ന് പറഞ്ഞാലേ കുറച്ച് കാര്യം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എന്നാൽ തന്നെ ആൾ ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. പറയുന്നത് ശരിയല്ല, അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് വിമർശിക്കാനേ ആൾ തയ്യാറാകും. പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ പച്ചയ യാഥാർത്ഥ്യമല്ലേ, ഇങ്ങനെ പോയാൽ പ്രശ്നമായി പോകുമല്ലോ, നമ്മൾ തന്നെ കുടുംബമോ എന്ന് ചിന്ത വരുന്നില്ല. ഈ ഉള്ളവർ ശ്രമിച്ചത് അങ്ങനെ ഒരു ചിന്ത വരട്ടെ. ദുനിയാവിലാണ് ജീവിക്കുന്നത്, പരലോകത്തേക്കാണ് പോകണം. അതല്ലേ രാത്രി ഉറക്കളക്കാൻ വന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇവിടെ വന്നത്? സാധാരണ കാണാറില്ലല്ലോ ഇവിടെ. അപ്പൊ ഇപ്പൊ വന്നത് ഇതെങ്ങനെയോ ഒന്ന് സിറാത്ത് പാലം കടന്നു കിട്ടണം, അത് മോഹിച്ചിട്ടാ. നല്ല കാര്യം തന്നെ. പക്ഷെ സിറാത്ത് പാലം കിടക്കാൻ 27 മാത്രം ഇരുന്നാൽ ശരിയാവൂ? അങ്ങനെയില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, എന്നോട് വലിയ ബഹുമാനമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് നേടാവുന്ന ഒരു ചീപ്പ് റേറ്റ് സാധനമല്ല സ്വർണ്ണം. അത് ശരിക്കും മനസ്സിലായി. നമ്മളിപ്പോൾ എല്ലാം വേഗത്തിൽ നേടാൻ ശ്രമിച്ചവരാ. 10,000 മുടക്കി 2 ലക്ഷം രൂപയ്ക്ക് വേഗം മുടക്കൂലേ, നമ്മൾ ബാക്കിയുള്ള മുടക്കിക്കും. പാപ്പി മക്കളും പേരുടെ എല്ലാം കൂടി മുടക്കും. പിന്നെ മുടക്കി നെറ്റ്വർക്ക് മാർക്കറ്റിൽ മുങ്ങിയപ്പോൾ ഇത് ഇരിക്കും. പിന്നെ ചൂട് നമ്മൾ അരി കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ കാലം. എല്ലാം വേഗം കാണാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. ലക്ഷങ്ങൾ മുടക്കാൻ തീരുമാനിച്ച് ബാപ്പി മക്കളും പേരമക്കളും എല്ലാം വയ്യാത്ത ഉമ്മാനെ കൊണ്ട് മുടക്കിച്ചു. കാരണം എന്താ, അത് 15 ലക്ഷമായിട്ട് വരാൻ പോവില്ലേ. അങ്ങനെ മാർക്കറ്റിംഗ് കാലം മുങ്ങി, മുന്നത്തെ കാലം കേരളത്തിൽ. അപ്പൊ ഇത് അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുക. പിന്നെ ചോറ് വെക്കണമെങ്കിൽ നമ്മൾ പാക്കറ്റ് കൊണ്ടേ കൊടുക്കണം. ഇതല്ലേ ഇപ്പോഴത്തെ കാലം. ഈ സംഗീത സ്വർഗത്തിന്റെ കാര്യത്തിലും എല്ലാം എളുപ്പത്തിൽ നേടണം. എന്നാൽ ഒരു രാത്രി ഉറക്കടിച്ചാൽ പോലെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇല്ല. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ഉണ്ടോ ഇല്ല അവിടെ ചെന്ന് നോക്കാമോ? അപ്പോ സ്വർഗം ചീപ്പ് റേറ്റ് സാധനമൊന്നല്ല, അത് വില പിടിച്ച സാധനമാണ്. അത് ചീപ്പ് റേറ്റ് ആണ് ധരിച്ചവൻ വിട്ടികളുടെ സ്വർഗത്തിലാണ്. അറിയണം, അള്ളാഹുവിന്റെ ചരക്ക് വില പിടിച്ചതാണ്. അതൊരു ചരക്ക. ദുനിയാവിന് ചരക്കാണെങ്കിൽ പടച്ചവന്റെ സ്വർഗവും ചരക്ക. ദുനിയാവിന്റെ ചരക്കിനാണ് നിഷേധിപ്പിച്ചത് ഇവിടെ ഈ ആയത്തിൽ. ഈ ഹദീസിന്റെ വാക്യത്തിൽ അലാ, നിങ്ങൾ അറിയണം, ഇന്ന സിൽഅത്തുല്ലാഹി ആലിയ, അള്ളാഹുവിന്റെ ചരക്ക് വളരെ വില പിടിച്ചതാ. ഏതാണ് ആ ചരക്ക്? അലാ ഇന്ന സിൽഅത്തുല്ലാഹി അൽ ജന്ന, തമ്പുരാന്റെ ചരക്ക് സ്വർഗ. അത് വില പിടിച്ച ഒന്നാണ്. നന്നായി അധ്വാനിച്ച് നേടാൻ പറ്റും, തരികളിൽ നേടാൻ കഴിയില്ല. നമ്മുടെ ആളുകൾ ദുനിയാവിന്റെ ഒരു സുഖവും ഉപേക്ഷിക്കാതെ ഇബാദത്തുകൾ കൊണ്ട് കളിച്ചിട്ട് സ്വർഗമാകാൻ തീരുമാനിച്ചവരാണ്. അങ്ങനെയില്ല. ആ ഇബാദത്ത് പിന്നീട് വന്നതാണ്. ആളുകൾ നന്നായിട്ട് ഇബാദത്ത് എടുക്കട്ടെ, ആളുകൾ നന്നായിട്ട് ഇബാദത്ത് എടുക്കട്ടെ. നന്നായി ഇബാദത്ത് എടുക്കാണ്ട് നന്നായി സ്വീകരിക്കാന്നല്ല, ആള് നന്നാവുക, പിന്നെ ഇബാദത്ത് നന്നാക്കുക. അങ്ങനെ ഇസ്ലാമിന്റെ ക്രമം. അതുകൊണ്ടാ നിസ്കാരം നിർബന്ധമാക്കാൻ 12 കൊല്ലം എടുത്തു ഇസ്ലാമിൽ. പ്രവാചകത്തിന് 12ാമത് കൊല്ലം നിസ്കാരം നിർബന്ധമായിരുന്നു. മിറാജിന്റെ രാത്രി അത് 12 കൊല്ലം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ആയ നിസ്കാരം പഠിപ്പിച്ചുകൂടായിരുന്നു? ഇല്ല. ആള് നന്നായി ലക്ഷണമൊത്ത മുസ്ലിമായി ആദർശ വിശ്വാസിയായി മാറിയപ്പോ അത് നമസ്കാരം കൊടുത്തു, പിന്നെ സക്കാത്ത് കൊടുത്തു, നോമ്പ് കൊടുത്തു, ഹജ്ജ് കൊടുത്തു. അങ്ങനെ ക്രമമുണ്ട്. അതിനെ നിസ്കാരം നിർത്തി നന്നാകാൻ പോകണമെന്നല്ല. ഇനിയിപ്പോ നന്നാവും നിസ്കരിക്കും ചെയ്യുന്ന മാറി കൊടുത്തു തുടങ്ങി വെച്ചല്ലോ. പക്ഷെ ക്രമം നോക്കുമ്പോ അങ്ങനെ. അപ്പൊ ആളുകൾ നന്നാവണം, മാറണം. മാറിയിട്ട് ജീവിത വിശുദ്ധി, ഇസ്ലാമിന്റെ സംസ്കാരം, അതിന്റെ ഒരു രീതിശാസ്ത്രം, അതിന്റെ നിലപാട്, അതിന്റെ പോളിസി, അതൊക്കെ സ്വീകരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് കണ്ണുകുടിയന്മാർ പെണ്ണുകുടിയന്മാർ മാറിയിട്ട് നല്ല മനുഷ്യരായി മാറി ഇസ്ലാം എന്നത്. അങ്ങനെ സംഭവിച്ചത് മക്കൾക്ക്. പലിശക്കാരൻ വിട്ട് പലിശയിൽ നിന്ന് മാറി. കൊള്ളക്കാരനായ ഉമർ മാറി. ഖജനാവിന്റെ താക്കോലേൽപ്പിക്കാൻ പറ്റിയ കൂട്ടത്തിലായ ആള്. മലമുകളിൽ ഒളിഞ്ഞിരുന്ന ആളുകളെ ആക്രമിച്ച് പണം തട്ടുന്ന ഉമറുൽ ഫാറൂഖാണ് ഏറ്റവും നല്ല ഭരണാധികാരിയെ ഖജനാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ. അതാണ് മാറ്റം. അതാണ് മാറ്റം, വിശ്വാസം കൊണ്ടുള്ള മാറ്റം. ലാത്ത ഉസ്സ മനാത്തുമ്പിൽ പോയി സുജൂദിൽ വീണ് പൂജിച്ചിരുന്ന, രക്തം ഒലിപ്പിച്ചിരുന്ന, അതിനുവേണ്ടി നിരബലികളെ നടത്തിയിരുന്ന ആളുകളാണ് അവിടുന്ന് മാറി അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്ന, അവനോട് പ്രാർത്ഥിക്കുന്ന, അർത്ഥിക്കുന്ന, നേർച്ച നേരുന്ന, അവനെ അനുസരിക്കുന്ന, വഴിപ്പെടുന്ന മനുഷ്യരായിട്ട് മാറിയത്. അവരാണ് പിന്നെ സ്വന്തം കൈകൊണ്ട് മക്കം പത്തിൽ ലാത്ത ഉസ്സ മനാത്തമാരെ എടുത്ത് പുറത്ത് കളഞ്ഞത്. അതാണ് മാറ്റം. കഅബയുടെ പരിസരത്ത് നിന്ന് സ്ത്രീകൾ കൊട്ടും പാട്ടും നടത്തിയിട്ട് ആളുകളെ ആകർഷിച്ച് പുരുഷന്മാർ കൂടി നിൽക്കുമ്പോൾ അവരെ പാട്ടിന്റെ മാസ്കിന്റെ ശരീരം
മാസത്തിലേക്ക് മാറിയത്. അതാണ് മാറ്റം. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ നയിക്കാത്ത കാലത്തോളം, നമ്മുടെ സംസ്കാരം നിലപാട് മാറാത്ത കാലത്തോളം ആരാധന കൊണ്ട് സ്വർഗം വിചാരിക്കരുത്. അത് വിലപിടിച്ച ഒന്നാണ്. അതുകൊണ്ട് വിലപിടിച്ച ആ സ്വർഗം ഇസ്ലാമികമായ നിലപാടും വിശ്വാസവും സ്വീകരിച്ചുകൊണ്ട് തന്നെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണം എന്ന്. ഇനി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. റമദാൻ മാസം തീരാൻ പോവുക. ഇന്നിപ്പോ പള്ളി സജീവ. ഇനി ഒരു രാവ് കൂടി ഒറ്റ രാവും 29 രാവും. പക്ഷെ അന്ന് അധികം ആളുകൾ കാണില്ല. നമ്മൾ നാളെ പർച്ചേസിംഗ് ഇറങ്ങും. നിങ്ങളെല്ലാവരും നിങ്ങൾ നല്ലവരാ. ഞാൻ അപ്പുറത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. നാളെ കഴിഞ്ഞാൽ പർച്ചേസിംഗ്, പിന്നെ നിസ്കരിക്കാൻ പള്ളികളുടെ രീതി അവസാനിക്കും. 29 രാവെന്ന രാവിലെ എത്രക്കും അതെല്ലാം പ്രതീക്ഷിക്കാവാൻ പലർക്കും അറിയില്ല. കാരണം ആ സമയത്ത് അവര് ലക്ഷ്മിയിലോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് കല്യാണിയിലോ അതിനപ്പുറം പട്ടിയോ ആയിരിക്കും. വേറെന്തോ ആവട്ടെ, അത് വെറുതെ വിചാരിച്ചാൽ മതി. ഇങ്ങനെയാണ് നടക്കുക. അപ്പോൾ നമുക്ക് റമദാനിൽ മാത്രമാണ് ആരാധന ഉള്ളത്. റമദാനിനെയാണ് നമ്മൾ ആരാധിച്ചത്. നമ്മൾ എന്തിനെ ആരാധിച്ചു? റമദാനിനെ ആരാധിച്ചു. അള്ളാനെ ആരാധിച്ചോ? ഇല്ല. അള്ളാനെ ആരാധിച്ചോ? ബാക്കി ദിവസം ആരാധിക്കണ്ടേ? നമ്മുടെ ആളുകളുടെ നിലപാട് റമദാനിനെ ആരാധിച്ചു. അത് വന്നാൽ പിന്നെ സംഘടനകൾ തുടങ്ങി ഉഷാറായിട്ട് നിസ്കാരം, നോമ്പ്, പ്രാർത്ഥന, ദുഃഖമില്ല വേണം. പക്ഷെ റമദാൻ മാസം കഴിഞ്ഞാലും വേണം. റമദാൻ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇതിനുള്ളതൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇതിലില്ല പാടില്ലാത്തതൊന്നും ജീവിതത്തിൽ പാടില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല. റമദാനിൽ പാടുന്നതൊക്കെയാണ് ജീവിതത്തിൽ പാടുന്നത്. റമദാനിൽ പാടില്ലാത്ത ജീവിതത്തിൽ പാടില്ല. ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, ഭാര്യമായിട്ട് ജീവിക്കാം, നോമ്പെടുക്കേണ്ടത് നിർബന്ധമല്ല. അയച്ചിട്ട് നോമ്പേ ഉള്ളൂ, നോമ്പേ ഉള്ളി റമദാൻ കഴിഞ്ഞാൽ. പക്ഷെ ബാക്കി സംസ്കാരം, ചീത്ത കാണാനും പാടില്ല, കേൾക്കാനും പാടില്ല, പറയാനും പാടില്ല, ചിന്തിക്കാനും പാടില്ല. നല്ലത് മാത്രം ചെയ്യുക, അള്ളാഹുവുമായി അടുക്കുക, നന്നായി ജീവിക്കുക, ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക, ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുക. അതാണ് പദ സംബന്ധിക്കുന്ന ഇസ്ലാമിക പ്രവർത്തന. അങ്ങനെയൊക്കെയുള്ള ഇതിൽ ഇസ്ലാമുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം മാറി വന്നുകൊണ്ട് മുന്നോട്ട് പോകണം. നിസ്കാരം കാര്യങ്ങളൊക്കെ വേണം. നോമ്പ് സുന്നത്തായ നോമ്പ് ഇനിയുള്ള അടുത്ത റമദാൻ വരെ പറഞ്ഞാൽ നോമ്പില്ല, കഷ്ടപ്പെട്ടു വരുന്നുണ്ടാവും. അപ്പൊ ഈ ഒരു സംസ്കാരമാണ് ഇസ്ലാം സംസ്കാരം. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. റമദാൻ ലൈഫ് സ്റ്റൈലാണ്. ആ ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ച് ജീവിക്കാൻ കഴിയണം. അത് കഴിയാത്തവർ റമദാനിനെ ആരാധിച്ചവരാണ്, അള്ളാനെ ആരാധിച്ചിട്ടില്ല. റമദാനിനെയാണ് ആരെങ്കിലും ആരാധിച്ചത്, റമദാൻ കഴിഞ്ഞു മുതലേ തീർന്നു. പക്ഷേ നിങ്ങൾ റമദാനിനെ ആരാധിക്കുന്നവരല്ല, അള്ളാനെ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ അള്ളാനെയാണ് ആരാധിക്കുന്നത്. അള്ള ഉണ്ട്, ജീവിച്ചിരിക്കുന്നു, മരിക്കൂല. അവൻ അതുകൊണ്ട് എന്നും അവൻ ഇബാദത്തെടുത്തോ. റമദാൻ വരുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പോയിട്ട് റമദാൻ കഴിഞ്ഞാൽ തന്നിഷ്ടം പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം, നിങ്ങൾ റമദാനെയാണ് പിടിച്ചത്, അള്ളാനെയല്ല. റമദാനെയാണ് ആരാധിച്ചത്, അള്ളാനെയല്ല. അള്ളാനെയാണ് ആരാധിക്കുന്നത്. റമദാൻ കഴിഞ്ഞ മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ ഇസ്ലാമികമായിട്ട് തുടരും, ഇസ്ലാമികമായിട്ട് തുടരും. മറിച്ച് നമ്മുടെ ആളുകൾ ഷവ്വാലിന്റെ അമ്പിളിക്ക് ആകാശത്ത് പ്രകടമായിരുന്ന പ്രഖ്യാപനം തക്ബീറായിട്ട് വന്നാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ ആൾ മാറി. ഈ അവസ്ഥ ദുരന്തമാണ്. ദുരന്തം പണം കൊടുത്ത് വാങ്ങുന്നവരായി മാറാതിരിക്കുക, ദുരന്തം വില കൊടുത്ത് വാങ്ങുന്നവരായി മാറാതിരിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് രാത്രി ബാക്കി സമയം നിങ്ങൾ ഉറക്കമുളച്ച് ചെലവഴിക്കാൻ പോവുകയാണെങ്കിൽ നല്ല ഒരു വിശകലനം, ഒരു ആത്മപരിശോധന. പഠിച്ചവനെ, ഞാൻ വല്ലാതെ എന്തോ ആയിപ്പോയല്ലോ, തിരിച്ചു നടക്കണമെങ്കിൽ എന്ന ഒരു ചിന്ത വരട്ടെ. എന്നിട്ട് നല്ല ചില തീരുമാനങ്ങൾ ഇനി റമദാൻ കഴിഞ്ഞാൽ ചീത്ത പറയാതെ, കാണാതെ, കേൾക്കാതെ, ചീത്തത്വം ശീലമാക്കാതെ, പൗറും പകിട്ടും പത്രാസും കാണിക്കാതെ, ദുനിയാവിന്റെ പിറകെ ഓടാതെ, ഇസ്ലാമിന്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വ്യക്തിഗത ഞാനും എൻ്റെ കുടുംബവും എന്നാൽ സാധ്യമായ പ്രവർത്തനം സമുദായത്തിനും സമൂഹത്തിനും ദീനിനും ഇസ്ലാമിന്റെ പ്രബോധനത്തിനും ഒക്കെയായി നിർവഹിച്ചുകൊണ്ട് എൻ്റെ സമ്പത്ത് എനിക്ക് ഇവിടെ ചെലവഴിക്കാനുള്ളതല്ല, പരലോകം കൂടി നേടാനുള്ളതാണ്. അതുകൊണ്ട് അതിനു വേണ്ടി പരമാവധി ചെലവഴിച്ചു. അങ്ങനെ ഒരു ലക്ഷണമൊത്ത മുസ്ലിം സമുദായത്തിലെ അംഗമായി, ലക്ഷണമൊത്ത ഒരു മുസ്ലിം കുടുംബത്തിന്റെ നായകനായി, ലക്ഷണമൊത്ത ഒരു സമുദായത്തെ പുനഃസംവിധാനിക്കുന്ന പ്രവർത്തനത്തിൽ ഇസ്ലാമിന്റെ പ്രവർത്തകനായി, ഇസ്ലാമിന്റെ സന്ദേശവാഹനാകുന്ന ലക്ഷണമൊത്ത പ്രബോധകരായി അങ്ങനെ രംഗത്തിറങ്ങി നിൽക്കാൻ കഴിഞ്ഞാൽ റമദാൻ കൊണ്ട് നേടിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം നമുക്ക് യഥാവിധി വേണ്ടതെല്ലാം നേടിത്തരുന്ന അനുഗ്രഹീത മാസമായി തീരുമാറാവട്ടെ. ഈ റമദാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും, എല്ലാ സൽക്രമങ്ങളും, ദിക്ർ, ദുആ, ഖുർആൻ പാരായണം, പഠനം ഉൾപ്പെടെ, സക്കാത്ത്, സദഖ ഉൾപ്പെടെ എല്ലാം റബ്ബുൽ ഇസ്സത്തായ നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.
റമദാന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും നാം ബോധപൂർവ്വം തന്നെ ഒരുപാട് ഇബാദത്തുകൾ എടുത്തവരാണ്. പരമാവധി റമദാന്റെ ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചവരാണ്. ആ ചൈതന്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിച്ചത്. ഇന്ന് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ നാം എவ்விதം പരിഗണിച്ചുവോ അவ்விதം അള്ളാഹുവിന്റെ പരിഗണന അതിനേക്കാൾ കൂടുതലായി നൽകി നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിന്റെ പാഠങ്ങളെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതകാലത്തിൽ ജീവിക്കാൻ കഴിയുമാറുള്ള ഇച്ഛാശക്തി, ഈമാനികമായ കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസമാണ് പ്രധാനം, തഖ്വയാണ് പ്രധാനം എന്ന് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നിരന്തരമായി പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ താല്പര്യം മാനിച്ച് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന തഖ്വാബോധത്തോടു കൂടി ജീവിക്കാൻ ഈ പഠനവും ചിന്തയും ചർച്ചയും ഈ നിശാകളിലെ സമ്മേളനവും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന ഉറച്ച വിശ്വാസികളായി മാറാൻ അവന്റെ വേദഗ്രന്ഥം ശരിക്കും വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയും അവന്റെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തെ ശരിയായി പഠിച്ച് മനസ്സിലാക്കിയും ആ സത്യത്തിന്റെ പ്രതലത്തിൽ പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പും കരുത്തുമുള്ള വിജ്ഞാനത്തിന്റെ വിശ്വാസത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉടമകളായി മാറണമെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. അമിതമുള്ള ലക്ഷണമൊത്ത മുസ്ലിമീങ്ങളായിട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ടോ വേണ്ട വിധം ഖുർആനും സുന്നത്തും പഠിക്കാൻ കഴിയാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരന്തപൂർണമായ ദുനിയവിയായ ജീവിതത്തിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ വഞ്ചനയുടെ കുഴികളെ ചൂണ്ടിക്കാണിച്ചു തരാൻ നമ്മുടെ മുന്നിൽ ഒരു മാർഗദർശകൻ വരാതെ പോയത് കൊണ്ടോ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുണ്ട് എങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ അത്രയും അള്ളാഹു എനിക്കും നിങ്ങൾക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ സംഭവിച്ചു പോയവരാണ് നമ്മൾ. അറിഞ്ഞുകൊണ്ട് ചെയ്തതും അറിയാതെ സംഭവിച്ചതുമായ തെറ്റുകുറ്റങ്ങൾ, അറിഞ്ഞ് ചെയ്ത പലതിൻ്റെയും ഗൗരവം നമുക്ക് അറിയില്ലായിരുന്നു എന്നതുകൊണ്ട് നിസ്സാരമായി ചെയ്തു പോയ തെറ്റുകൾ, നിസ്സാരമായി ചെയ്തു പോയ അവസ്ഥകൾ പടച്ചതമ്പുരാൻ ഇത്തരത്തിൽ എനിക്കും നിങ്ങൾക്കും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി അള്ളാഹുവിനോട് നാം ആത്മാർത്ഥമായിട്ട് തേടേണ്ടത് പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണേ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആ തെറ്റുകൾ, കുറ്റങ്ങൾ, തിന്മകൾ എന്റെയും നിങ്ങളുടെയും ജീവിത രേഖയിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നാളെ പരലോകത്ത് അത് കയ്യിൽ ഏറ്റുവാങ്ങേണ്ട ഗതികേട് നമുക്ക് സംഭവിക്കാതിരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത റെക്കോർഡുകൾ നമ്മുടെ കയ്യിൽ തരുന്നതിന് മുമ്പ് നമുക്ക് സംഭവിച്ചു പോയ സകല തെറ്റുകളും നമ്മുടെ റെക്കോർഡ് ബുക്കിൽ നിന്ന് മായ്ച്ചു പോകുന്ന അവസ്ഥയോളം അവിധമുള്ള ഒരു മായ്ക്കൽ തിരുത്തൽ നടക്കുമാറ് ആ തെറ്റുകളെ പറ്റി നന്നായി പശ്ചാത്തപിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ അവസാന നിമിഷങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ള സമയങ്ങളും നിമിഷങ്ങളും ദിനങ്ങളും ഒക്കെ. ആ സമയങ്ങളെ നിമിഷങ്ങളെ യഥാവിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങാൻ കഴിയുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളോട് സംഭവിച്ചു പോയ തെറ്റിൽ പശ്ചാത്തപിച്ച് മടങ്ങാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ, നിഷ്കളങ്കമായ പശ്ചാത്താപം, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും എന്ന് വിശുദ്ധ ഖുർആനിലെ വാഗ്ദാനമുണ്ട്. നാം നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുക. നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ മുൻപിൽ നിർത്തി നാം അവനോട് നടത്തിയ തൗബ, പശ്ചാത്താപം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആ പശ്ചാത്താപ ബോധത്താൽ, പശ്ചാത്താപവിവശനായ മനസ്സിനാൽ അള്ളാഹുവിനെ സമീപിക്കുന്നത് മുഖേന പടച്ചവൻ ആ തെറ്റിന്റെ ഒരു അംശലേശവും നമ്മുടെ റെക്കോർഡ് ബുക്കിൽ നിലനിർത്തിയിരിക്കുമാറാവട്ടെ. എല്ലാം തേച്ചു മായ്ച്ചു കളഞ്ഞ് നമ്മുടെ തിന്മകൾ നമുക്ക് നന്മകളാക്കി മാറ്റുന്നത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നാഥനോട് അടുക്കാനും അവന്റെ അടിയാറുകൾക്ക് ജീവിക്കാനും അള്ളാഹു നമുക്ക് അവസരം ഒരുക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമെന്ന് നമ്മോട് നൽകിയ വാഗ്ദാനം എന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ അവനോട് ചോദിച്ചു വാങ്ങാൻ, അള്ളാഹുവോട് ബലം പിടിച്ച് ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന വാശിയോടെ അവന്റെ അനുഗ്രഹത്തിന് തേടുന്ന, മർഹമത്തിനും മഗ്ഫിറത്തിനും തേടുന്ന വിശ്വാസികളായി തീരാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾ
അവർക്ക് അവൻ മറുപടി നൽകുമാറാവട്ടെ. നമ്മെ നാമാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരുടെ ശരീരത്തിൽ നിന്ന് നാം ഊറ്റിയെടുത്ത ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നാം ഊറ്റിയെടുത്ത പോഷകാംശങ്ങളും അവിടെ കയ്യിലിരിക്കുമ്പോൾ നാം ഊറ്റിയെടുത്ത അമിഞ്ഞയും അവിടെ നിന്നങ്ങോട്ട് അവർ ചവച്ച് വായിൽ വെച്ചുന്ന ഭക്ഷണം മുതൽ അവർ വായിൽ നിന്ന ഉരുള ഉൾപ്പെടെ അവർ നമ്മെ കൊണ്ടു നടന്ന് ചികിത്സിച്ച ചികിത്സയും അവരുടെ മടിത്തട്ടിൽ നമുക്ക് ലഭ്യമായ സംരക്ഷണവും ചൂടും ഇതാണ് നമ്മെ നാമാക്കിയെന്ന കാര്യം നാം മറന്നു പോകരുത്. നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. പടച്ചവൻ അവരുടെ പാപങ്ങൾ അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മ നമ്മോട് കാണിച്ച ഔദാര്യത്തിന് പകരം നൽകാൻ കഴിയാതെ പോയ ഭാഗ്യം കണ്ടവരാണ് നമ്മൾ. ഇന്ന് അവരുടെ പ്രായത്തിൽ അവർക്ക് സാന്ത്വനമേകാൻ നമുക്ക് സമയമില്ലാതായിരിക്കുകയാണ്. അവരുടെ ചുളിഞ്ഞ മുഖത്ത് ഉമ്മ വെച്ചു, അവരുടെ കൈകൾ തലോടി അവരെ ഭക്ഷണം കഴിപ്പിച്ച്, അവരെ നല്ല വസ്ത്രം ഒടിപ്പിച്ച്, അവർക്കെതിരെ ആശ്വാസം കൊടുക്കാൻ അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ കഴിയാതെ പോയ തിരക്ക് പിടിച്ച ഭൗതികന്മാരാണ് നമ്മൾ. പടച്ചവൻ നമ്മുടെ ഉമ്മയോട് കാണിച്ച ധിക്കാരം കൊടുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് പാപമോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉമ്മമാരുടെ പിന്നിൽ ആ ഉമ്മയെ ഇവിധം കൊണ്ടുനടന്ന് സംരക്ഷിച്ച ഒരു ഉപ്പയുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ നമ്മിൽ പലർക്കും ബോധ്യമില്ല. ആ ഉപ്പ ഒരു വേള മറക്ക് പുറത്ത് അല്ലെങ്കിൽ രംഗത്ത് അധ്വാന പരിശ്രമങ്ങളുടെ മുണ്ട് മുറുക്കിയെടുത്ത് ഈ ഉമ്മയെ പോറ്റി, ആ ഉമ്മയോട് നമ്മെ പോറ്റി, ആ കാണാമറയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി സേവനം ചെയ്ത ഉപ്പയാണ്. പഠിച്ചതുപോലെ നമ്മുടെ ഉപ്പമാർക്ക് മഗ്ഫിറത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. അവരോട് അവൻ കാരുണ്യം കാണിക്കുമാറാവട്ടെ. ഈ ഉപ്പയും ഉമ്മയും കാണിച്ച ഔദാര്യത്തിന്റെ ബലത്തിലാണ് നമ്മൾ നാമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട് ഈ അവസ്ഥയിൽ, വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ അവരോട് കാരുണ്യം കാണിക്കാൻ, അവർക്ക് സ്നേഹവും സാന്ത്വനവും നൽകാൻ, അവരുടെ മനസ്സിന് കുളിർമ നൽകാൻ കഴിയുമാറ് അവരോട് നന്ദി കാണിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളായി അല്ലാഹു നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. മാതാപിതാക്കൾ വൃദ്ധരായ അവസ്ഥയിൽ കൂടെ ഉണ്ടായിട്ട് അവരെ പരിചരിച്ച് സ്വർഗം നേടാൻ കഴിയാതെ പോയവർ ഭാഗ്യം കെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അമിതം ഭാഗ്യം കെട്ട ഭാഗ്യഹീനരിൽ, ഹതഭാഗ്യരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ശീലം ഇസ്ലാമിന്റെ നേട്ടമാണ്. എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ എൻ്റെ മാതാപിതാക്കൾ എന്നോട് കാണിച്ച ആ ഔദാര്യം, കാരുണ്യം പടച്ചവനെ ഈ വലുപ്പത്തിൽ, പ്രായത്തിൽ അവരോട് കാണിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നും നീ അവരോട് കനിയണമേ എന്നും നിരന്തരമായി പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് കാരുണ്യം നൽകുമാറാവട്ടെ. അവരെ അവൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഭാഗത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളോട് അവർ കാണിച്ച ഔദാര്യത്താൽ ആ ഔദാര്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിച്ച നാഥൻ നമ്മുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുകൊടുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അവരുടെ മഹ്ശർ, അവരുടെ വിചാരണ, ബർസഖ്, അവരുടെ പരലോകത്തെ വിചാരണ ഉൾപ്പെടെ നാഥൻ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അവർ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും സേവനം ചെയ്യാനുമുള്ള സന്മനസ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ നമ്മുടെ കൂടെ ജീവിച്ചിരിക്കെ അവരെ പുറന്തള്ളിയിട്ട് സ്വാർത്ഥംബരികളായി ജീവിക്കുന്ന, റമദാനിലെ 27-ാം രാവ് വെള്ളിയാഴ്ചയും ഒന്നിച്ച് വന്നിട്ടും തൻ്റെ ഉമ്മാനോട് നല്ല വർത്തമാനം പറയാൻ ശ്രമിക്കാത്ത അത്രയും പരുക്കൻ ഹൃദയത്തിന്റെ ഉടമകൾ ഈ രാത്രി നിശാവളിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പടച്ചവൻ നമ്മുടെ തെറ്റുകൾ തിരുത്തി മാതാപിതാക്കളിലേക്ക് മടങ്ങി അവരെ കൂടെ നിർത്തി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് താങ്ങും തണലുമായി അവരെ പരിചരിച്ച് സ്വർഗം നേടാൻ കഴിയുന്ന പശ്ചാത്താപ ബോധം എനിക്കും നിങ്ങൾക്കും പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ മരിച്ചുപോയവരാണ് എങ്കിൽ, നമ്മുടെ കൂടെ ഇല്ലാത്തവരാണ് എങ്കിൽ അവരോട് നമുക്ക് കാണിക്കാൻ കഴിയാതെ പോയ ഔദാര്യത്തിന് പകരം നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും അവരോട് വേണ്ട അളവിൽ കാരുണ്യം കാണിക്കാൻ കഴിയാതെ പോയി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അത് നമ്മുടെ വീഴ്ചയാണെങ്കിൽ ആ വീഴ്ച നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കുമാറാവട്ടെ. ഗൗരവക്കുറവ് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ പടച്ചവൻ അതിൻ്റെ പേരിൽ നമ്മെ ശിക്ഷിക്കാതിരിക്കുമാറാവട്ടെ. പകരം അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ, അവരുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവോട് കേണപേക്ഷിക്കാൻ അള്ളാഹു നമുക്ക് സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിധം മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി നാം നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അതവൻ സ്വീകരിക്കുമാറാവട്ടെ. അത് മുഖേന അവരുടെ പരലോകത്തെ ദറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് അവൻ്റെ അർശിൻ്റെ കീഴിൽ തണ നൽകുമാറാവട്ടെ. അവരുടെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ സ്വീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യമാരോട്, ഭർത്താക്കന്മാരോട് ആദരവും ബഹുമാനവും സ്നേഹവും കാണിക്കാൻ കഴിയുന്ന സന്മനസ്സുള്ളവരാക്കി നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. പലപ്പോഴും നാം നമ്മുടെ ഭാര്യമാരെ അവഗണിച്ചവരാണ്. ഭാര്യമാർ ഭർത്താക്കന്മാരെയും നമുക്ക് വേണ്ടി എല്ലാം സഹിച്ചു നമ്മുടെ കൂടെ ജീവിക്കുന്ന ഭാര്യയുടെ മഹത്വം കാണാൻ കഴിയാതെ പോയ ഒരുപാട് വൃത്തികെട്ട മനുഷ്യർ ഈ സമുദായത്തിൽ ശാപമായി മാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യമാർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവൻ അവരോട് ഔദാര്യം കാണിക്കുമാറാവട്ടെ. അവർ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവരുടെ ശരീരം നമുക്ക് വേണ്ടി സമർപ്പിച്ചു. നാം അവരെയാണ് ആദ്യമായി അനുഭവിച്ചത്. നമ്മുടെ മക്കളെ പെറ്റുപോറ്റിയത് അവരാണ്. നമ്മുടെ സകല പ്രയാസങ്ങളും നമ്മുടെ വാശിയും വീറും അവരാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമിയോളം സഹിക്കാൻ പടച്ചവൻ അവർക്ക് കെൽപ്പ് നൽകിയിരിക്കുകയാണ്. നാം നമ്മുടെ ഭാര്യമാരെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോട് അവർ ഔദാര്യം കാണിക്കുമാറാവട്ടെ. അവർക്ക് ഇബാദത്തിന് അവസരം കൊടുക്കാതെ, അവർക്ക് ഇസ്ലാം പഠിക്കാൻ അവസരം നൽകാതെ, അവർക്ക് അവരുടെ ഖബറിലെ വിചാരണയും പരലോക വിചാരണയും നേരിടാൻ മതിയായ വിശ്വാസം പകർന്നു കിട്ടാൻ അവസരമൊരുക്കി കൊടുക്കാതെ, പലപ്പോഴും നമ്മുടെ വൃത്തികെട്ട ആസ്വാദനത്തിന് വേണ്ടി ശരീരം നേരെ ചൊവ്വെ മറക്കാൻ അവരെ അനുവദിക്കാതെ അവരെ പരമാവധി ചൂഷണം ചെയ്തെടുത്ത ഭർത്താക്കന്മാർ പള്ളിമുറ്റത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കുന്ന ഈ വൃത്തികെട്ട കാലഘട്ടത്തിൽ നമ്മുടെ ഭാര്യമാരെ സഹിച്ച ത്യാഗത്തെക്കുറിച്ച് നാം ഓർക്കുക. അവരുടെ പരലോകത്തെക്കുറിച്ച് ഓർക്കുക. അവർ ഖബറിൽ ശിക്ഷിക്കപ്പെടാതിരിക്കണമെന്ന കാരുണ്യം നമ്മുടെ മനസ്സിൽ നിറയട്ടെ. പല വിചാരണയെ മറികടക്കാൻ കഴിയുമാറും അവർക്കും തമ്പുരാന്റെ ഔദാര്യം വേണമെന്ന് ഓർക്കാൻ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്കും ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇറങ്ങാനും വായിക്കാനും പഠിക്കാനും ഇസ്ലാമികമായി ജീവിക്കാനും ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കാനും ഇസ്ലാമിന്റെ മാർഗത്തിൽ അവർ ഇറങ്ങി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെടുന്നത് മുഖേന നമുക്കുണ്ടാവുന്ന അസ്കതകൾ സഹിക്കാനും കഴിയുമാറും നമ്മുടെ ഭാര്യമാരുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാം അവരെ നേരെ ചൊവ്വെ സ്നേഹിച്ചിരുന്നു എങ്കിൽ നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നാം അവർക്ക് അവസരം ഒരുക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ അധിക ആളുകളും ഭാര്യമാരെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ പരലോകത്തെക്കുറിച്ച് ഒരു ചർച്ചയാക്കാറില്ല. തമ്പുരാൻ ഇവിടെ ഇഹലോകത്ത് ഒരു വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും നിങ്ങളുടെ ഭാര്യമാരും ജീവിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ ഒരു ഭവനത്തിലും നമുക്ക് ജീവിക്കാൻ അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരോട് നാം അന്യായം കാണിച്ചിട്ടുണ്ട് എങ്കിൽ നാഥൻ നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഭാര്യമാരെ നാം വഞ്ചിച്ചിട്ടുണ്ട് എങ്കിൽ ആ വഞ്ചന നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ നാഥൻ നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആ ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറാൻ കഴിയുന്ന ലക്ഷണമൊത്ത മുസ്ലിമീങ്ങളായി അല്ലാഹു എന്നെയും നിങ്ങളെയും മാറ്റി തീർക്കുമാറാവട്ടെ. എത്ര നാളും പ്രായമായിരുന്നാലും ശരി, അവരുടെ വിളി കേൾക്കുമ്പോൾ ഹൃദയത്തിൽ വൈകാരികമായ ആന്തോളനങ്ങൾ സൃഷ്ടിക്കപ്പെടുമാറും സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി നമ്മുടെ പ്രിയതമമാരെ നോക്കാനുള്ള കണ്ണ് അല്ലാഹു എനിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മടുപ്പും ചെടുപ്പും അനുഭവിച്ച് ഭാര്യമാരെ പീഡിപ്പിച്ചു നിർത്തിയും വിവാഹ ബാഹ്യ ബന്ധങ്ങളിലേക്കും വിവാഹേതര ബന്ധങ്ങളിലേക്കും കടന്നു കയറുകയും ചെയ്യുന്ന ദുരന്തം ഈ സമുദായത്തിൽ വാണിഭ മാഫിയകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണും കാതും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിലേക്ക് തിരിച്ചു വെക്കാൻ അല്ലാഹു നമുക്ക് തഖ്വാ ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ കാമനകളെ, ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ, ഹൃദയത്തിൻ്റെ മോഹങ്ങളെ നാം കല്യാണം കഴിച്ച ഭാര്യയിൽ നിന്ന് മാത്രം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളായി മാറാൻ, വിശുദ്ധരായി മാറാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന
3 വിഭാഗത്തെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തെ ഇങ്ങനെ പരിചയപ്പെടുത്തി, അഫീഫുൻ മുതഅഫിഫുൻ ദൂ അയാനിൻ, വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിച്ചു കൊണ്ടിരിക്കെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാർ, വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിച്ചു കൊണ്ടിരിക്കെ അന്യ സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്തവർ, അവിധമുള്ള വിശുദ്ധരായ പുരുഷന്മാരായി ഭർത്താക്കന്മാരായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവിധം വിശുദ്ധരായ ഭർത്താക്കന്മാരായി നമ്മുടെ ഭാര്യമാരുടെ കൂടെ ജീവിച്ച് അവരെയും കൂടി സ്വർഗത്തിലേക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ലക്ഷണമൊത്ത മുഅ്മിനീങ്ങളായി അല്ലാഹു നമ്മെ മാറ്റി തീർക്കുമാറാവട്ടെ. അവിധമുള്ള ചാരിത്രം കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ ചാരിത്ര ഭംഗം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തെറ്റിൽ പശ്ചാത്തപിച്ച് നമ്മുടെ ഇണകളോട് കൂടുതൽ കാരുണ്യം കാണിക്കാൻ കഴിയുന്ന പശ്ചാത്താപത്തിന്റെ വഴി സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് ഈ തൗബയുടെ വേളയിൽ ഇസ്തിഗ്ഫാറിന്റെ നാളുകളിൽ നമുക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് സ്വന്തം ഭാര്യമാരെ മുത്തുകളായി കാണാൻ അല്ലാഹു നമുക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ശരീരത്തിന്റെ നിറമോ അവരുടെ ആകാര സൗഷ്ഠവമോ അല്ല, അതിനപ്പുറത്ത് അവരുടെ മനസ്സിന്റെ നന്മ കാണാൻ അല്ലാഹു നമുക്ക് ഉൾക്കാഴ്ച പ്രദാനം ചെയ്യുമാറാവട്ടെ. ഭർത്താക്കന്മാരോട് കാരുണ്യത്തോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ഔദാര്യത്തോടെ പെരുമാറണമെന്ന് പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നമ്മൾ പലവരെ കേട്ടതാണ്. ഒരു മനുഷ്യന്റെ മുമ്പിൽ വേറൊരു മനുഷ്യനോട് സുജൂദിൽ വീഴാൻ കൽപ്പിക്കാൻ എനിക്ക് അവകാശമുണ്ടായിരുന്നു എങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ത്രീകൾ മനസ്സിലാക്കേണ്ടുന്ന പാഠമാണ്. പക്ഷേ ഈ പാഠം പലപ്പോഴും സ്ത്രീകളെ പഠിപ്പിക്കാൻ നമ്മൾ അവസരമൊരുക്കിയില്ല, നമുക്കോ പഠിപ്പിക്കാനും പറ്റിയില്ല, അതിനുള്ള അറിവ് നമുക്കില്ല. അതുകൊണ്ട് അവർ ഇന്ന് ശുദ്ധ ഭൗതികരായി മാറിയതിനാൽ ഭർത്താവിനെ അനുസരിക്കുന്ന ശീലം പല ഭാര്യമാർക്കുമില്ല. ഭർത്താവിനെ ഭരിക്കുന്ന ശീലമാണുള്ളത്. ഭർത്താവിനെ വഞ്ചിക്കാൻ അവൾക്ക് മടിയില്ല. ഇത്തരമൊരു ദുരന്തവും മറുഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച തമ്പുരാൻ ഭർത്താക്കന്മാരോട് കാണിക്കേണ്ടുന്ന കടപ്പാട് ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഔദാര്യവും ഹൈറും ബർക്കത്തും നേടാൻ നമ്മുടെ സ്ത്രീകൾക്ക് സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതൊരു സ്ത്രീയുടെ കാര്യത്തിൽ ഭർത്താവ് സംതൃപ്തനാണോ ആ സ്ത്രീ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അവിധ നാം സംതൃപ്തരായിരിക്കുമാർ നമ്മുടെ കൂടെ ഇസ്ലാമികമായി ഒത്തുനിൽക്കാൻ കഴിയുന്ന നിലപാടുള്ള ഭാര്യമാരായിട്ട് മാറാൻ നമ്മുടെ സ്ത്രീകൾക്ക് അല്ലാഹു തഖ്വാബോധം പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരമൊരു തഖ്വാബോധത്തിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരാൻ അവരെ ഇസ്ലാം പഠിപ്പിച്ചും ഇസ്ലാമിക സംസ്കാരം കേൾപ്പിച്ചും ഇസ്ലാമിക സംസ്കാരത്തിൽ ഊട്ടി വളർത്തുന്ന അവസ്ഥയിലേക്ക് അവരെ ആ പ്രകൃതത്തിലേക്ക് ചായറ്റും ചേർത്തും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്ന സന്മനസ്സ് നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിധമുള്ള പരലോക രക്ഷ ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ അവരോട് ജീവിക്കാനും ഇസ്ലാമിക വിധിവിലക്കുകൾ പാലിക്കാനും ആഹ്വാനം ചെയ്യുമ്പോൾ ആ ആഹ്വാനത്തിന്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് മാറാൻ കഴിയുന്ന ലക്ഷണമൊത്ത ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരെ അല്ലാഹു മാറ്റി തീർക്കുമാറാവട്ടെ. അവിധം അവരെ മാറ്റാൻ കഴിയുന്ന ഭർത്താക്കന്മാരായി മാറാൻ അല്ലാഹു നമുക്കും സന്മനസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നിരന്തരമായി നമ്മുടെ പ്രാർത്ഥനയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കണ്ണുകുളിർമ നൽകണേ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കി മാറ്റണേ എന്നാണ്. ഭാര്യമാരിൽ നിന്നും മക്കളിൽ നിന്ന് ഉള്ള കൺകുളിർമ ഭൗതികതയിലും അവർ ധരിക്കുന്ന വസ്ത്രത്തിലും അവരുടെ സൗന്ദര്യ പ്രകാശനത്തിലും അവർ വാങ്ങി അണിയുന്ന വില കൂടിയ കൗതുക വസ്തുക്കളും അലങ്കാര വസ്തുക്കളും ഒക്കെ ആയിപ്പോയ ഒരു കാലഘട്ടത്തിൽ നേരെ തിരിച്ച് അവിടെ ഇസ്ലാമിനുള്ള കൂറിലും അള്ളാഹുവിന്റെ വിധേയത്വത്തിലും ഈമാനികമായ നിലപാടിലും ഇസ്ലാമികമായ സംസ്കാരം മുറുകെ പിടിച്ച് വേഷവിധാനം ഉൾപ്പെടെ വീട്ടകത്തെ രീതി വരെ ഇസ്ലാമികമായി മാറ്റാനുള്ള ത്വരയിലും അവരെ കാണാനും സന്തോഷിക്കാനും അതുമുഖേന കൺകുളിർമ നേടാനും കഴിയുന്ന ലക്ഷണമൊത്ത കുടുംബനാഥന്മാരായി കുടുംബിനികളായി മാറാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ.
അത്തരമൊരു തഖ്വാ ബോധമുള്ള കുടുംബത്തിന്റെ ഇമാമായിട്ട് മാറാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ഇമാമിങ്ങളാക്കണമെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പള്ളിയിലെ ഇമാമാകണേ എന്നല്ല പറഞ്ഞർത്ഥം. അങ്ങനെയൊന്നും സംഭവിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് നമ്മൾ ഇമാമാകേണ്ടുന്ന ഒരു രംഗമുണ്ട്, അത് നമ്മുടെ കുടുംബമാണ്. ഇമാമ, ആ കുടുംബത്തിലെ ആളുകൾ മുത്തഖീങ്ങളായിട്ട് മാറണം, നമ്മൾ അതിന്റെ നേതാവായിട്ട് മാറണം. അങ്ങനെ ലക്ഷണമൊത്ത കുടുംബത്തിന്റെ നായകന്മാരും നായികമാരുമായി മാറാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. അമിതമുള്ള ഒരു കുടുംബത്തെ സംവിധാനിച്ച് സ്ഥാപിച്ച് ഇസ്ലാമിന്റെ മാർഗത്തെ നിലനിർത്തി അതിൽ ജനിക്കുന്ന മക്കളും പേരമക്കളും ഉൾപ്പെടെ ആ തലമുറ ഇസ്ലാമിൽ തുടരുന്ന ഉദാത്തമായ ഒരു ഭാഗ്യം. അവരാ ഇസ്ലാമിനെ കൈയൊഴിയാത്ത കാലത്തോളം, ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം അതിന്റെ നന്മ പരലോകത്ത് മരിച്ചുപോയ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമാറ് ലക്ഷണമൊത്ത ഒരു കുടുംബത്തെ സംവിധാനിക്കാനുള്ള ഇച്ഛാശക്തി, അതിലെ നേതാവും നായികയുമായി ഇരിക്കാനുള്ള ഭാഗ്യം നിങ്ങൾ പ്രദാനം ചെയ്യുമാറാവണം. മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന മക്കൾ ഇസ്ലാമിന്റെ മുഖത്ത് ചളിവാരിയിരുന്ന കാലമാണിത്. നമ്മുടെ ആൺമക്കളും പെൺമക്കളും നമ്മുടെ യുവത ഇസ്ലാമിക യുവത ഇസ്ലാമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ലൊരു ശതമാനം ഇസ്ലാമികമായ താല്പര്യത്തിൽ പഠനവും മനനവും ചിന്തയുമായി മുന്നോട്ട് പോകുന്നത് അവരിലൊരു വലിയ ടീമിനെ നമുക്ക് ഈ സദസ്സിൽ കാണാം. എന്നാൽ വലിയ ഒരു ശതമാനം ഇസ്ലാമിനെ കൈയൊഴിഞ്ഞ് അതിന്റെ ഗൗരവം പങ്കുവെക്കാതെ, അതിന്റെ ഗൗരവത്തോടെ കാണാതെ ഈ തിന്മയുടെ മനവെള്ളപ്പാച്ചിലേക്ക് ഇറങ്ങി നിന്ന് കൊടുത്തവരാണ്. അവർ ഒഴുക്കിൽപ്പെട്ട് ചപ്പുചവറുകളോടെ നീന്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഈ സമുദായ വേദനയോടെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും കൊല്ലിന്റെയും കൊലയുടെയും കൊട്ടേഷൻ ടീമിന്റെയും പിടുത്തത്തിൽ വിട്ടുപോയ ഒരു യുവതലമുറ നമുക്കുണ്ട്. പടച്ചവൻ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കുമാറാവട്ടെ. ഒരു സമുദായത്തിന്റെ കരുത്ത് ആ സമുദായത്തിന്റെ യുവതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമുദായത്തിലെ യുവതയെ ഇസ്ലാമിന്റെ വഴിയെ നടക്കുന്ന അവസ്ഥയിൽ അവരുടെ മനസ്സിൽ പരലോക ബോധം, പടച്ചവനെ കുറിച്ച ചിന്ത, മഹ്ശറിനെ കുറിച്ച വിചാരം, വിചാരണയെ കുറിച്ച പേടി, സ്വർഗത്തെ കുറിച്ച മോഹം, നരകത്തെ കുറിച്ച ഭയം, ഇത്രയും നൽകിയിട്ട് അള്ളാഹു അവരെ ഈ മണ്ണിൽ അനമിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ഈമാനികമായ കരുത്തിൽ കുരുത്ത യുവതലമുറയാക്കി മാറ്റിയിട്ട് നമ്മുടെ സമുദായത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന മക്കൾ, നമ്മുടെ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ജീവൻ നേടിയ മക്കൾ, അവർ ഇസ്ലാമിനോട് അന്യായം കാണിക്കൽ ഉറപ്പുവരുത്താൻ മാതാപിതാക്കളായ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല അളവിൽ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക, അവരുമായി ഒന്നിച്ചിരിക്കുക, അവരോട് സംസാരിക്കുക, അവരിലേക്ക് ആശയങ്ങൾ പകർന്നു കൊടുക്കുക. കാലഘട്ടത്തിന്റെ ദുരന്തങ്ങളെ, ചതിക്കുഴികളെ അവരുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആലോചിച്ച് തീരുമാനിച്ച് പങ്കുവെച്ച് പാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ച് മുന്നേറുന്ന, തിന്മകളെ മറികടക്കുന്ന ലക്ഷണമൊത്ത ഒരു ഗ്രഹത്തിലെ, ഒരു വീട്ടിലെ, ഒരു കുടുംബത്തിലെ ഗ്രഹനാഥനും നായികയുമായി മാറാൻ കഴിയുമാറും നമ്മുടെ മക്കളെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കൾ കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ ഉയരുന്നവരും മക്കൾ കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ താണ് വീണ് അവസാനം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരുമായ രണ്ടിനും മാതാപിതാക്കൾ പരലോകത്ത് വേർതിരിഞ്ഞു നിൽക്കും. ഒരു കൂട്ടർ മക്കളുടെ വർത്തമാനം ചൂടിപ്പോകുന്നവർ, പടച്ചവനെ ഇവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, പണം തന്ന് നശിപ്പിച്ചു അവർ, സുഖം നൽകി നശിപ്പിച്ചു അവർ, ഗൈഡൻസ് നൽകാതെ കൈയൊഴിച്ചു വിട്ടു അവർ ക്യാമ്പസിന്റെ വൃത്തികേടിലും യുവത്വത്തിന്റെ കൂട്ടായ്മകളിലും ഞങ്ങളെ നിർലോഭം സഹായിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ ആയിപ്പോകാൻ കാരണം എൻ്റെ ഉമ്മയാണ്, എൻ്റെ ബാപ്പയാണ്. അതുകൊണ്ട് ശിക്ഷ അവർക്ക് നീ ഇരട്ടിയായി കൊടുക്കൂ, എന്റേത് കൂടി അവരിൽ ചാർത്തി കൊടുക്കുക എന്ന് നാളെ പരലോകത്ത് മക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഈ മാന്യന്മാരായ മാതാപിതാക്കൾക്ക് അവരുടെ മുഖം കൈക്കുമ്പിളിൽ ഒളിപ്പിച്ചാൽ ഒളിയില്ല എന്ന കാര്യം നമ്മൾ അറിയണം. ഇത്തരം ഒരു ദുരന്ത കഥാപാത്രമായി പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കേണ്ട ഗതികേട് നമ്മിലെ മാതാപിതാക്കൾക്ക് വരാതിരിക്കുമാറാവട്ടെ. മക്കളാൽ ദറജ ഉയരുന്ന മാതാപിതാക്കളുണ്ട്. അവിടെ പ്രാർത്ഥന മുഖേന തമ്പുരാന്റെ അടുക്കൽ ഈ മാതാപിതാക്കളുടെ പദവി വർദ്ധിക്കുമെന്ന് അവർ മലക്കുകളോട് ചോദിക്കുമത്രേ, ബർസഖിൽ ജീവിച്ചുകൊണ്ടിരിക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ,
എന്റെ ബർസഖിലേക്ക് നിങ്ങൾ തുറന്നു വെച്ച ആ നരകത്തിന്റെ കവാടം അടഞ്ഞ് ഇപ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് ആ സുന്ദരമായ സ്വർഗപ്പൂന്തോപ്പിന്റെ ഗന്ധം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുമാറ് ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെ സാധ്യമായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ മക്കളുടെ സൽക്കർമ്മങ്ങളാണ്, നിങ്ങളുടെ മക്കൾ ഇസ്ലാമിനോട് കാണിക്കുന്ന കൂറാണ്, നിങ്ങളുടെ മക്കൾ ഇസ്ലാമിനോട് നടത്തിയ പ്രവർത്തനമാണ്, നിങ്ങളുടെ മക്കൾ ഇസ്ലാമിനോട് കൂറ് കാണിച്ചതിന്റെ ഫലമാണ് എന്ന് ആ മാതാപിതാക്കൾ പറയപ്പെടുന്നു. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച് മരിച്ചുപോയി നമ്മൾ വളർത്തിയെടുത്ത മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുഖേന പരലോകത്ത് പാപങ്ങൾ പോയി കിട്ടുകയും ദറജ വർദ്ധിക്കുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരായ മാതാപിതാക്കളായി മാറണമെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് അനുകൂലമാക്കി മാറ്റണം. അവിധം അനുകൂലമായ മക്കളാൽ മാതാപിതാക്കൾ നേടുന്ന ഇത്തരം സന്തോഷകരമായ അനുഭവം എനിക്കും നിങ്ങൾക്കും നാളും നൽകുമാറാവട്ടെ. അവിധമുള്ള സ്വാധീനങ്ങളായ സന്താനങ്ങളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കയ്യിലുള്ളതിനെ അവിധം സജ്ജനങ്ങളാക്കി മാറ്റാൻ പരിശ്രമിക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരം തേടാൻ ആവശ്യപ്പെട്ടു. ആ കാരുണ്യം ലഭ്യമായാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് എല്ലാം ലഭ്യമാകുമെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു. നാം ഈ റമദാനിന്റെ ആധിപത്യത്തിൽ അവന്റെ കാരുണ്യത്തിന് നന്നായി പ്രാർത്ഥിച്ചു. പടച്ചവൻ അവന്റെ ഔദാര്യം തേടി കാരുണ്യം തേടി നാം നടത്തിയ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ അവന്റെ കാരുണ്യം നമ്മുടെ മേൽ അവൻ നിരന്തരമായി വർഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ അവന്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊല്ലി തരുമാറ് പടച്ചവനെ നിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവന്റെ കാരുണ്യം ലഭ്യമാകണമെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരോട് കാരുണ്യം കാണിക്കണം എന്ന് അവൻ ഉപാധി വെച്ചു. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, നമ്മുടെ അടുത്ത കുടുംബം, അകന്ന കുടുംബം, നമ്മുടെ അടുത്ത അയൽപ്പക്കം, അകന്ന അയൽപ്പക്കം, സമൂഹത്തിലെ സാധാരണക്കാർ, ഉയർന്നവർ, മറ്റു ജനവിഭാഗങ്ങൾ, സഹോദര സമുദായ അംഗങ്ങൾ, അഗതികൾ, അനാഥർ, വിധവകൾ, പ്രാന്തവൽകൃതർ, ഇങ്ങനെ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ സഹജീവികൾ, നമ്മുടെ സമസൃഷ്ടികളായി വരുന്നവർ വേറെയും, അങ്ങനെ കൂടെയുള്ള മൃഗങ്ങൾ ഉൾപ്പെടെ, സസ്യജാതികൾ ഉൾപ്പെടെ ഇവരോടെല്ലാം കാരുണ്യം കാണിക്കാൻ കഴിയുന്നവരാണ് മനുഷ്യപ്പറ്റിന് ദർശനമായ ഇസ്ലാം സ്വീകരിച്ചവർ. നാം അവിധം കാരുണ്യത്തിന്റെ പാഠം പഠിച്ച് കാരുണ്യ നിർലോകം നമ്മുടെ കൂടെയുള്ളവർക്ക് നൽകി അള്ളാഹുവിന്റെ കാരുണ്യം നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിരന്തരമായി അവരുടെ പാപമോചനത്തിന് വേണ്ടി തേടാൻ അള്ളാഹു നമ്മോട് ആജ്ഞാപിച്ചു. അതുകൊണ്ട് നാം നടുവിലപ്പത്തിൽ മക്കൾക്ക് വേണ്ടി തേടിക്കൊണ്ടേയിരുന്നു. ഒരുപാട് തവണ നാം ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. പടച്ചവൻ നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് നമ്മുടെ സകല പാപങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി മാറാവട്ടെ. ഒരുപാട് വീഴ്ചകൾ വരുത്തിയവരാണ് നമ്മൾ, ഒരുപാട് അക്രമം കാണിച്ചവർ. അള്ളാഹുവിൻ്റെ പാപമോചനം ലഭ്യമായില്ല എങ്കിൽ നാം നരകത്തിൽ ആപതിച്ച് കളയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം കാണിച്ചു കൂട്ടിയ തിന്മകളെല്ലാം വിട്ടുകൊടുത്ത് മാപ്പാക്കി അവൻ്റെ ഔദാര്യത്താൽ നമ്മെ അവൻ്റെ സ്വർഗത്തിലേക്ക് നയിക്കുമാറാവട്ടെ. തമ്പുരാൻ നമ്മോട് കനിയുമാറാവട്ടെ. റബ്ബനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തേണ്ട പ്രാർത്ഥനയാണ്. പടച്ചവനെ, നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ കാണിച്ചു കൂട്ടിയ പാപങ്ങളാൽ ഞങ്ങൾ നരകത്തിൽ ആപതിച്ചു പോകും. അതുകൊണ്ട് പടച്ച തമ്പുരാനെ, ഞങ്ങളോട് നീ ഔദാര്യം കാണിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളോട് നീ പൊറുക്കണമേ. നാഥാ, ഞങ്ങളുടെ പാപങ്ങൾ വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണമേ. നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവരാണില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിച്ചു ഞങ്ങളുടെ അവസാനത്തെ പാപത്തിൻ്റെ അംശത്തെയും കഴുകിക്കളഞ്ഞ് ഞങ്ങളോട് നീ ഔദാര്യം കാണിക്കണേ. നാഥാ, അവസാനത്തെ പത്തിൽ നിരന്തരമായിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗപ്രവേശനം ചോദിക്കാൻ അവൻ നമ്മോട് ആവശ്യപ്പെട്ടു. നരകമോചനം അള്ളാഹുവോട് നിരന്തരമായി അർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. അതിന് ഉതകുന്ന രീതിയിൽ അവൻ്റെ മാപ്പിന് വേണ്ടി തേടാനും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ, നരകത്തിൽ ഞങ്ങളെ നീ മോചിപ്പിക്കുക.